കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം ചിമ്മിനിയിൽ സംഘടിപ്പിച്ചു. COA സംസ്ഥാന സെക്രട്ടറിയും കേരള വിഷൻ ന്യൂസ് ചെയർമാനുമായ PSCB ഉദ്ഘാടനം നിർവഹിച്ചു. COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KI ഷീഫർ അധ്യക്ഷത വഹിച്ചു. COA പുതുക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് CR ബെന്നി, COA പുതുക്കാട് മേഖലാ എക്സിക്യൂട്ടീവ് ജോബി മധുരക്കറി, COA പുതുക്കാട് മേഖലാ സെക്രട്ടറി AP റാഫേൽ, COA പുതുക്കാട് മേഖലാ ട്രഷറർ VB രമേശ്, മഹേഷ് മോഹനൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ ട്രഷറർ CG ജോസ്, ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡോ വി മാത്യു, ഒല്ലൂർ വിഷൻ കേബിൾ ചെയർമാൻ KJ ജോയ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ 11 അംഗ മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KI ഷീഫർ, വൈസ് പ്രസിഡന്റായി CR ബെന്നി, സെക്രട്ടറിയായി AP റാഫേൽ, ജോയിന്റ് സെക്രട്ടറി TT ബൈജു, മേഖലാ ട്രഷറർ VB രമേശ് എന്നിവരെ തിരഞ്ഞെടുത്തു. R മോഹനകൃഷ്ണൻ, P ഗോപകുമാർ, മെജോ ജോണി, TP സിജോ, KS സന്തോഷ്, ML ജോബി എന്നിവരടങ്ങിയ 11 അംഗ മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. ചടങ്ങിൽ തൃപ്രയാറിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. നമ്മുടെ ഇങ്ങനത്തെ റൂറലായ ഏരിയകളിൽ വരെ നമ്മുടെ സിഗ്നൽ എത്തിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഭാവി ടൂറിസം പരിപാടി അതിൻ്റെ നമ്മുടെ മേഖലയിലുള്ളത് അതിരപ്പള്ളി, അതുപോലെ തന്നെ നമ്മുടെ ചിമ്മിലാം പോലത്തെ പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വേദിയിൽ എത്തിക്കാൻ നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേഖലാ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിലവിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകണം. എല്ലാവരും നല്ല രീതിയിൽ ചർച്ച ചെയ്യണം. ഇപ്പോൾ കേരള വിഷൻ നമ്മുടെ TSP പുതിയ സംവിധാനവുമായി കടന്നു വന്നിരിക്കുകയാണ്. TSP എന്ന് പറയുമ്പോൾ ടോട്ടൽ സൊല്യൂഷൻ പ്രോജക്റ്റ് എല്ലാ വീട്ടിലും എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടോട്ടൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന 3 കമ്പനികൾ മാത്രമാണ്. ഒന്ന് ഊരോടുക സൊസൈറ്റിയാണ്. സൊസൈറ്റിക്കായിരിക്കും മുന്തിയ പരിഗണന കിട്ടി ഗവൺമെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ദിനേശ് BD കമ്പനിക്കാരാണ് കൊടുത്തിരിക്കുന്നത്. അവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. മൂന്നാമതൊന്നും കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കമ്പനിയാണ്. TSP ആപ്ലിക്കേഷൻ ഗവൺമെന്റിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കും സാധ്യതകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് മേടിച്ചെടുക്കാം. അവരെല്ലാം ചെയ്യുന്നത് പോലെ വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകൾ മാത്രം ചെയ്യാനല്ല നമ്മൾ ഈ TSP ഉദ്ദേശിക്കുന്നത്. നമ്മൾ നാളെ തന്നെ ഏറ്റവും ചെറിയ ഒരു വീട് വെക്കുന്നവരുടെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം ഈ COA എന്നൊരു സംഘടനയുടെ കെട്ടുറപ്പ് കൊണ്ടും അതുപോലെ തന്നെ മേഖലാ കമ്മിറ്റികൾ, അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് മുൻകാലങ്ങളിലുള്ള നമ്മുടെ വനശക്തികളായ ഏഷ്യാനെറ്റ്, റിലയൻസ് പോലത്തെ പല ശക്തികളെയും വളരെ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ 5ാമത്തെ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതൊക്കെ ഈ ഒരു സംഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ മാത്രം നമ്മൾ മറ്റുള്ള മൾട്ടിനാഷണൽ കമ്പനികളെ പേടിച്ച് കേബിൾ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിനെല്ലാം മറികടന്നുകൊണ്ട് മനുഷ്യരെവിടെയുണ്ടോ അവിടെയൊക്കെ കേരള വിഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ ഓപ്പറേറ്റർമാരെ സ്വന്തം എഫർട്ട് കൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അതിന് പിന്താങ്ങായിട്ട് സംഘടനയും അതിൻ്റെ കീഴിലുള്ള നമ്മുടെ ഹെഡ്ഡുകളും ഓപ്പറേറ്റർമാരുടെ മനസ്സ് കണ്ടുകൊണ്ട് അവരെ സാമ്പത്തികമായി സഹായിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനോട് അവർക്ക് മുന്നോട്ട് എത്തുന്നതിന് അവരെല്ലാവരും അസാധ്യത്തിൽ നമ്മൾ സ്വാഗതം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അസോസിയേഷന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഇൻഫോനെക്സസ് കേബിൾ TV ആണ്. അപ്പോ അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ അസോസിയേഷൻ പ്രവർത്തനങ്ങൾ ഗംഭീര ആൾക്കാരും സഹായിക്കുന്നത് നമ്മുടെ ഇൻഫോനെക്സസിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അസോസിയേഷൻ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ
ഇൻഫോനെക്സസ് പ്രവർത്തനങ്ങൾ ഗംഭീരമാകുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾക്കും പുതിയ ടൂറിസം ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കും ഇൻഫോനെക്സസ് അതിന്റെ ചെയ്യുന്നുണ്ട്. ഇൻഫോനെക്സസിന്റെ ചെയർമാൻ